ഹലോ കൂട്ടുകാരെ, ചില യാത്രകളെ മനോഹരമാക്കുന്നത് സ്ഥലങ്ങളല്ല, കൂടെയുള്ള ചില മനുഷ്യരാണെന്ന് കേട്ടിട്ടില്ലേ? ഞങ്ങളിങ്ങനെ ഒരു കോട്ടയത്തൊരു സെമിനാറിന് പോയതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് 3 ഡേയ്സ് സെമിനാർ ഉണ്ടായിരുന്നു. ഞങ്ങൾ മോർണിംഗ് ടൈമിലും ഈവനിങ് ടൈമിലും കോട്ടയം ടൗൺ ഫുൾ കറങ്ങി. ആദ്യം ഞങ്ങൾ പോയത് DC ബുക്ക് സ്റ്റാളിലാണ്. മഹാലക്ഷ്മിയും ആര്യപ്രഭയൊക്കെ വായനയുടെ പ്രിയങ്കരികളായിരുന്നു. പക്ഷെ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു എന്ന് തോന്നുന്നു പിറകോട്ട്. വായന ഞാൻ പണ്ടൊക്കെ വായിക്കുമായിരുന്നു, ഞാനിപ്പം കുറേ നാളായി വായിച്ചിട്ട്. ജീവിതത്തിൻ്റേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഞാൻ വായനയെ അങ്ങ് മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനിവിടെ വന്നപ്പോഴാണ് ശരിക്കും ചിന്തിച്ചു പോയത്, നമുക്ക് ഈ പുസ്തകത്തിൻ്റേതായിട്ടുള്ളൊരു ബന്ധം അറിയണമെങ്കിൽ നമുക്ക് ചിന്തകൾ, നല്ല നല്ല ചിന്തകൾ ഉണരൂ എന്ന് മനസ്സിലായി. ഞാനിങ്ങനെ നോക്കിയപ്പോൾ കുറേ ടെക്സ്റ്റ് ബുക്കുകൾ, കുറേ എന്ന് പറയുമ്പോൾ എന്താ പറയുക, നമുക്ക് പരിചിതമായിട്ടുള്ള നോവലുകൾ, ബയോഗ്രഫി, സെൽഫ് ഡെവലപ്മെൻറ്റ് ടെക്സ്റ്റുകൾ, പിന്നെ അതുപോലെ തന്നെ കിഡ്സിൻ്റേതായിട്ടുള്ള പ്രത്യേകം ടെക്സ്റ്റുകൾ, ഇപ്പം ന്യൂ ആയിട്ട് കാണപ്പെടുന്ന നോവലുകൾ. അപ്പോൾ അതൊക്കെ എനിക്ക് കണ്ടു. ഞാൻ ഞാൻ നേരത്തെ വായിച്ചിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഞാൻ ആ പരിചയം ഒന്ന് പുതുക്കി. ഞാനിങ്ങനെ താളുകളൊക്കെ മറിച്ച് നോക്കിയപ്പോൾ എന്താ എനിക്ക് എന്തുകൊണ്ട് ഞാൻ ഈ പുസ്തകങ്ങളെ മാറ്റി നിർത്തി, ഈ പുസ്തകങ്ങളിലേക്ക് ഞാൻ ഇനി മുന്നോട്ട് പോകാം, ചെറിയ ചെറിയ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ വായിക്കാം എന്നൊക്കെ തോന്നിപ്പോയി. പിന്നെ അമ്മുക്കുട്ടിക്ക് ഞാൻ കുറേ ടെക്സ്റ്റ് ബുക്ക് വാങ്ങി കേട്ടോ. അമ്മുക്കുട്ടി പപ്പാപ്പിക്കിൻ്റേതായിട്ടുള്ള വേർഡ്സുകൾ, പിന്നെ സെൻറ്റൻസ്, ചെറിയ ഷോർട്ട് സ്റ്റോറി, പിന്നെ മോന് ഞാനൊരു ബുക്ക് വാങ്ങി, GK പോലുള്ളൊരു ബുക്ക് വാങ്ങി. അപ്പോൾ അത്യാവശ്യം ഓഫറിൽ ഒരു കാർഡൊക്കെ ഇവിടെ നിന്ന് തന്നു ബില്ല് പേ ചെയ്തപ്പോൾ. നെക്സ്റ്റ് ടൈമിൽ വരുമ്പോൾ ഓഫറൊക്കെ വരുമ്പോൾ അറിയിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് ആവശ്യത്തിന് എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് വാങ്ങി. ബൈ ബൈ പറഞ്ഞു.